സ്നേഹിതയിലേക്ക് സ്വാഗതം. കുട്ടികൾ പഠിക്കാൻ മോശമാവുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിൻ്റെ കാരണം കണ്ടെത്തുകയാണ് വേണ്ടത്. ഈ വിഷയം അവതരിപ്പിക്കുന്നു താരാട്ടിൽ വിജയ ബാലകൃഷ്ണൻ. നമ്മളുടെ കുട്ടികളെ അറിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികൾ അവരെക്കാട്ടിലും ഒരു പിടി മുമ്പോട്ടാണെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു സ്വീപ്പറിൻ്റെ കുട്ടിയാകുമ്പോൾ ഒരിക്കലും അവരുടെ കുട്ടി ഒരു സ്വീപ്പർ ആവാൻ ആ പാരൻസ് ആഗ്രഹിക്കുന്നില്ല. കുറച്ചുകൂടി നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു ക്ലർക്കിൻ്റെ ആണെങ്കിൽ അവരുടെ കുട്ടികൾ അറ്റ്ലീസ്റ്റ് ഒരു ഓഫീസർ പോസ്റ്റിലെങ്കിലും എത്തണമെന്ന് അവരുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. ഇതുപോലെ അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ജീവിതം മുഴുവൻ നമ്മൾ ഈ ബുദ്ധിമുട്ടുന്നതും ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും എല്ലാം. പക്ഷേ എത്രത്തോളം നമ്മൾ അവരെ അറിയുന്നുണ്ട്, നമ്മളും അവരും തമ്മിലുള്ള ആ മാനസിക അടുപ്പം എത്രത്തോളം ഈ അണുകുടുംബങ്ങളിൽ അണുകുടുംബങ്ങളിൽ സാധിക്കുന്നുണ്ടെന്നത് നമ്മൾ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം കുട്ടികൾ വളരെ നന്നായി പഠിച്ച് വളർന്ന് വലുതായി നല്ലൊരു പൊസിഷനിലെത്തി കുടുംബത്തിനും സമൂഹത്തിനും വളരെ വേണ്ടപ്പെട്ട വ്യക്തിയായി മാറുക എന്നതാണ്. ഇതിൽ വളരെ ചുരുക്കം മാതാപിതാക്കൾ വിജയിക്കുന്നുണ്ടെങ്കിലും അത്രയും തന്നെ എഫേർട്ടും കഠിനാധ്വാനവും കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടും പലരും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന വിധത്തിൽ എത്തുന്നില്ല. ഇത് എന്തുകൊണ്ട്? ഇത് വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ്. ഇപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ട് വളരെ സാധാരണയായിട്ട് നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മാർക്ക് കുറഞ്ഞു, മാതാപിതാക്കൾ ആകാംക്ഷഭരിതരായി അവന് പഠിപ്പിക്കാൻ തുടങ്ങി. കുട്ടികൾ കൂടുതൽ മോശങ്ങളിലോട്ട് വരുന്നു. അവൻ എന്തുകൊണ്ട് പഠിക്കാൻ പുറകോട്ട് പോകുന്നു എന്നതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. അവർ മുദ്ര കുത്തപ്പെടുന്നു. അവൻ മടിയനാണ്, അവൻ കഴിവില്ലാത്തവനാണ്, അവന് ഞങ്ങളെല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും, പിന്നെ എന്തുകൊണ്ട് നല്ലപോലെ പഠിച്ചുകൂടാ. പണ്ട് നമ്മളുടെയൊക്കെ കാലത്തായിരുന്നെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ കാലം മാറി. എത്ര കാശ് കൊടുത്തും നമുക്ക് കാശില്ലെങ്കിൽ പോലും ലോൺ എടുത്തായാലും നമ്മൾ എത്ര ദൂരെയാണ് ഏറ്റവും നല്ല സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് അവൻ പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു എന്നത് കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമായ കാരണമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് കുട്ടികളിൽ തന്നെയുള്ള കാരണങ്ങളാകാം, സാഹചര്യങ്ങളുടെ കാരണങ്ങളാകാം. അപ്പോൾ ഒരു കുട്ടി പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു എന്നത് കുട്ടികളെ അറിയുക എന്നാൽ പഠിത്തം മാത്രമല്ല, അവർക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പ്രകാരം 9 ടൈപ്പ് ഇൻ്റലിജൻസ് ഉണ്ട്. അതിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ ആവശ്യകരമായൊരു ഘടകമാണ് പഠിത്തം. അറ്റ്ലീസ്റ്റ് ഒരു 12ാം ക്ലാസ്സെങ്കിലും പാസ്സായില്ലെങ്കിൽ ഒരു സൈഡിലോട്ട് അവന് തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ആ ഒരു പഠിത്തത്തിലോട്ട് സ്കൂളിലോട്ട് പോകുമ്പോൾ നമ്മൾ ആ പഠിത്തത്തിലോട്ട് എത്രമാത്രം അവനെ നന്നായി പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കാമെന്ന് ചെയ്യണമെങ്കിൽ അവൻ്റെ എവിടെയാണ് പുറകോട്ട് പോകുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കേസ് നോക്കുകയാണെങ്കിൽ, ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. അപ്പോൾ സ്കൂൾ അതോറിറ്റീസ് എൻ്റെ അടുത്ത് റെഫർ ചെയ്തു. ഞാൻ അതിനെപ്പറ്റി വിശകലനം ചെയ്തു വന്നു. നമ്മൾ കുട്ടികൾ തന്നെയുള്ള കാരണങ്ങൾ നോക്കി, IQ നോക്കി, ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് നോക്കി, അല്ലെങ്കിൽ അറ്റൻഷൻ അല്ലെങ്കിൽ ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉണ്ടോ നോക്കി. ഈ എല്ലാ ടെസ്റ്റും 2 ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ കണ്ടുപിടിച്ചത് ആ കുട്ടിയുടെ കണ്ണിന് പവറുണ്ട്. അവന് കാണാൻ പറ്റുന്നില്ല, അവന് ആരും ശ്രദ്ധിച്ചിട്ടില്ല വീട്ടിൽ. അപ്പോൾ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ ഇങ്ങനെ നോട്ട്സ് ഇൻകംപ്ലീറ്റായി മാർക്ക് കുറഞ്ഞു. അവസാനം പാരൻസിന് വിളിച്ചൊരു കണ്ണ് ചെക്കപ്പ് ചെയ്ത് ഒരു കണ്ണട വെച്ചപ്പോഴേക്കും കുട്ടിയുടെ പെർഫോമൻസ് വല്ലാതെ ഇമ്പ്രൂവ് ചെയ്തു. അവൻ ക്ലാസ്സിൽ നല്ലൊരു കുട്ടിയായി മാറി. ഇത്ര ചെറിയൊരു കാരണം മൂലം ആ കുട്ടി ഇമ്പ്രൂവ് ചെയ്തതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാലത്ത് ഫാസ്റ്റ് ഫുഡ് പല പിള്ളേരും ഇങ്ങനെ ചെവി ഇങ്ങനെ ആക്കുന്നത് കാണാം. അവർക്ക് ജസ്റ്റ് ഒരു ഓഡിയോളജി ടെസ്റ്റ് ചെയ്താൽ അവർക്ക് ഹിയറിംഗ് പ്രോബ്ലം ഉണ്ടോ അറിയാം. ചില കുട്ടികൾക്ക് ചില ചെവിയിൽ ഹിയറിംഗ് പ്രോബ്ലം കാണും. അപ്പോൾ ടീച്ചേഴ്സ് അങ്ങോട്ട് നടന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് പറയുന്നത് മുഴുവൻ കുട്ടിക്ക് കേൾക്കാൻ സാധിക്കും, ഇവിടെ നിന്ന് പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ് വിൽ എഫക്ട് ദ കോമ്പ്രഹെൻഷൻ. കുട്ടിയെ മനസ്സിലാക്കുന്നതിന് അത് ബാധിക്കും. ഈ കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പല പിള്ളേർക്കും ഇന്ന് രാവിലെ തന്നെ ക്ലാസ് തുടങ്ങുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ബ്രെയിൻസ് ഫുഡ്. ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇപ്പോൾ വണ്ടിയിൽ പെട്രോൾ തീർന്നാൽ ഓടാത്തതുപോലെ അവൻ്റെ ബോഡിയിലെ എനർജി
തീർന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഉടനെ അവൻ മറ്റേ കുട്ടിയെ പിടിച്ച് നോണ്ടും ഈ കുട്ടിയെ പിടിച്ച് ചെയ്യും. ബിക്കോസ് അവന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള എനർജി അവൻ്റെ ബോഡിയിൽ ഇല്ലാത്തതുകൊണ്ട് അവൻ ഇറിറ്റേറ്റഡ് ആകുമ്പോഴത്തേക്ക് മറ്റേ കുട്ടികൾ ഉപദ്രവമാവുന്നു. ഉടനെ അവൻ ഒരു വില്ലൻ എന്നുള്ള മുദ്ര കുത്തപ്പെടുന്നു. അപ്പോൾ ക്ലാസ്സിൽ അവന് ചീത്തക്കുട്ടി എന്നുള്ള മുദ്ര കുത്തപ്പെടുന്നു. അപ്പോൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ പോലും ആ കുട്ടിയുടെ പെർഫോമൻസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കാണാം. പിന്നെ ചില കുട്ടികൾ ദൈവം എല്ലാവരും ഒരുപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ചില കുട്ടികൾ ജന്മനാ ബുദ്ധിക്കുറവുള്ളവരായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഐക്യു എടുക്കുകയാണെങ്കിൽ, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാമാന്യ ബുദ്ധി, കൂർമ്മ ബുദ്ധി, ബുദ്ധിക്കുറവ്, ഇതിലേതിലാണ് നമ്മുടെ കുട്ടിയുടെ ഐക്യു കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ജന്മനാ ബുദ്ധിക്കുറവാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള സിലബസിൽ കുട്ടിയെ മാറ്റേണ്ടതുണ്ട്. അവന് എടുക്കാവുന്ന തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിച്ചിട്ട് കാര്യമില്ല. സോ അവന് എടുക്കാവുന്ന ഭാരം കൊടുത്ത് അതാത് സിലബസിലോട്ട് വിട്ട് അവൻ അതിൽ പ്രാപ്തനാക്കി പിന്നെ ഉള്ളിൽ ഒഴിഞ്ഞു കിടക്കുന്ന അവൻ്റെ കഴിവ് പുറത്തോട്ട് എടുത്തിട്ട് അതിലവന് വികസിപ്പിക്കാം. ഒരു 12ാം ക്ലാസ് കഴിയുമ്പോൾ ചില പിള്ളേരുണ്ട്, ഒരു പാരൻറ്റ് പറഞ്ഞു എപ്പോഴും കൊച്ചു ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കും. അവന് ചെണ്ട ക്ലാസ്സിൽ വിട്ടപ്പോഴേക്കും മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു. അവന് ആ കൊടുത്ത എനർജി കറക്റ്റായിട്ട് നമ്മളങ്ങ് ചാനലൈസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കുട്ടി അതിൽ ശോഭിക്കും. പിന്നെ അവൻ അതിലോട്ടങ്ങ് പ്രൊഫഷണലിസ്റ്റിലോട്ട് പോകാം. ദൈവം കൊടുത്തൊരു കഴിവ് അവനങ്ങ് വികസിപ്പിച്ചെടുക്കട്ടെ. പിന്നെ അതുപോലെ വേറൊരു കാര്യം, ADD. ചില കുട്ടികളെ കൊണ്ട് പാരൻസിന് ബുദ്ധിമുട്ടേ ഇല്ല, ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടേ ഇല്ല. അവരങ്ങനെ മിണ്ടാതിരുന്നോളും ക്ലാസ്സിൽ. എന്നുവെച്ചാൽ ക്വയറ്റാണ്, പക്ഷെ മാർക്കില്ല, പരീക്ഷയ്ക്ക് മാർക്കില്ല, ആർക്ക് ശല്യമില്ല. അതിൻ്റെ പേര് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. അവിടെ ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ല, പക്ഷേ എപ്പോഴും ഈസ് ദ ഡ്രീമിങ് വേൾഡ്. അപ്പോൾ അതുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. മറ്റുള്ള പിള്ളേരെ തോണ്ടിക്കൊണ്ടിരിക്കും. അതായത് ആക്ച്വലി ചില പിള്ളേർക്ക് ജന്മന ഉള്ളതാണിത്. അപ്പോൾ നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ പാരൻസിൻ്റെ ആ പ്രീനേറ്റൽ പീരീഡ് തൊട്ട് കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിലാകുമ്പോൾ മെഡിസിൻ കഴിക്കുക, അല്ലെങ്കിൽ പ്രസവ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക, ബ്ലൂ ബേബി ആകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ADHD ആവാം. ദാറ്റ് ഈസ് സം കെമിക്കൽ ഇംബാലൻസ് ഇൻ ദ ബ്രെയിൻ. So many things are going through his mind and he can't concentrate on one thing. ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ട്. ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ എടുത്തൊരൊറ്റ ഓട്ടം. ബിക്കോസ് ഇമ്മീഡിയറ്റ്ലി അവൻ്റെ വേറൊരു തോട്ട് വന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞു കുട്ടി. ദാറ്റ് ഈസ് നോട്ട് ഹിസ് ഫോൾട്ട്. ദാറ്റ് ഈസ് ജന്മന ആ കുട്ടിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഉണ്ട്. അതിനൊക്കെ നല്ല നല്ല മെഡിക്കേഷൻസ് നമ്മുടെ അലോപ്പതിയിൽ അവൈലബിളാണ്, ഹോമിയോയിൽ അവൈലബിളാണ്, അല്ലെങ്കിൽ ആയുർവേദത്തിൽ അവൈലബിൾ. ഇതൊക്കെ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ബിഹേവിയറിലോട്ടും ഏജ് അപ്രോപ്രിയേറ്റ് പെർഫോമൻസിലോട്ടും കുട്ടീനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും.